ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPIയുടെയും ബി ടീമായി കോൺഗ്രസ് മാറിയെന്ന BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. NDA ചേർത്തല നഗരസഭ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ. വീടില്ലാത്ത 35,000 പേര് 10 കൊല്ലം ഭരിച്ചു, എല്ലാം ശരിയാവും എന്ന് പറഞ്ഞു വാഗ്ദാനം കൊടുത്ത LDF സർക്കാർ ഇന്നും ചേർത്തലയിൽ 33,000 വീടില്ലാത്ത ആൾക്കാരുണ്ട്. അങ്ങനെ എത്രയോ കാര്യങ്ങൾ, എത്രയോ പ്രശ്നങ്ങൾ പരിഹരിക്കാണ്ട് ഇവർ ഭരിച്ചു. 10 കൊല്ലം കഴിഞ്ഞിട്ട് ഇന്ന് നമ്മൾ എന്താ കാണുന്നത്? ശബരിമലയിൽ നിന്ന് 4.5 കിലോ സ്വർണം കട്ടുകൊണ്ടുപോകും. ആര് ചെയ്യുന്നു? സർക്കാരിന് കീഴിലുള്ള ദേവസ്വം ബോർഡ്. മുഖ്യമന്ത്രി എന്ത് പറയുന്നു? ഇതൊരു വീഴ്ചയാണ്. അപ്പോൾ 4.5 കിലോ സ്വർണം ഞാനൊരു ഷോപ്പിൽ പോയിട്ട് തട്ടിക്കൊണ്ടുപോയാൽ അത് വീഴ്ചയാണോ? പിന്നെ എങ്ങനെ ശബരിമലേൻ്റെ സ്വർണം കക്കുമ്പോൾ അതൊരു വീഴ്ച? അതൊരു കൊള്ളയല്ലേ? കൊള്ളയാണ്. ഇന്നലെ മിനിഞ്ഞാന്ന് ശബരിമലയിൽ നമ്മൾ എന്താ കാണുന്നത്? ഭക്തങ്ങൾ എല്ലാ കൊല്ലം പോകുന്ന വിശ്വാസികൾ തൊഴാൻ പോകുന്നു, നട തുറക്കുന്നു, അവർ തൊഴാൻ പോകുന്നു. കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും നമ്മുടെ കേരളത്തിൽ നിന്നും ആൾക്കാർ പോകുന്നു. 15 മണിക്കൂർ വെള്ളമില്ല, തിന്നാനൊന്നുമില്ല. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുന്നു, പിണറായി വിജയൻ സർക്കാരും LDFനും ഹിന്ദു പുണ്യസ്ഥലത്തിനെ സംരക്ഷിക്കാനോ വിശ്വാസികളെ സംരക്ഷിക്കാൻ കഴിയില്ലെങ്കിൽ പറയൂ. ഞങ്ങൾ നരേന്ദ്രമോദിയോട് പറയാം ഇത് ഏറ്റെടുക്കാൻ. നരേന്ദ്രമോദിജി ഇതിന് നന്നായി സംരക്ഷിക്കാൻ അദ്ദേഹത്തിന് കഴിവുണ്ട്. ആ സർക്കാരിന് സംരക്ഷിക്കും. കോൺഗ്രസിനെ കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല, നിങ്ങൾക്ക് എല്ലാവരും പറയാം. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഇന്ന് ജമാഅത്തെ ഇസ്ലാമി, ആ പാർട്ടീൻ്റെ പേര് മാറ്റണം. ആ പാർട്ടീൻ്റെ പേരെന്താണോ? രാഹുൽ ഗാന്ധി വികസന സമാജം. ജമാഅത്തെ ഇസ്ലാമിയും SDPI ആണ് തീരുമാനിക്കുന്നത് കോൺഗ്രസ് പാർട്ടീൻ്റെ നിയമങ്ങളും അവരുടെ രാഷ്ട്രീയവും. എന്നിട്ടാണ് ഇന്ന് ഞങ്ങളോട് പറയുന്നത്, ജനങ്ങളോട് പറയുന്നത്, CPM പോകണം, ഞങ്ങളാണ് വന്ന് ഭരിക്കുന്നത്. ഇല്ല, അതൊന്നും നടക്കില്ല. കാരണം ജനങ്ങൾ തീരുമാനിച്ചു, മാറാത്തത് ഇനി മാറണം. രാജ്യത്ത് അരാജകത്വം സൃഷ്ടിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPIയുടെയും ബി ടീമായി കോൺഗ്രസ് മാറിയിരിക്കുകയാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. ഇത്തരം സംഘടനകളുടെ നിയന്ത്രണത്തിലാണ് കോൺഗ്രസ് എന്നും അവർ നയിക്കുന്ന വഴികളാണ് ഇന്ന് കോൺഗ്രസിന്റെ വഴികളെന്നും അദ്ദേഹം പറഞ്ഞു. NDA ചേർത്തല നഗരസഭാ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. BJPയും NDAയും ഉയർത്തുന്നത് വികസനത്തിന്റെ രാഷ്ട്രീയമാണെന്നും നാടിനെ എങ്ങനെ വികസനത്തിലേക്ക് നയിക്കാമെന്നതാണ് പ്രധാന അജണ്ടയെന്നും അദ്ദേഹം പറഞ്ഞു. ചേർത്തല ടൗൺ NSS കരയോഗം ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷനിൽ BJP നോർത്ത് ജില്ലാ പ്രസിഡന്റ് PK ബിനോയ് അധ്യക്ഷനായി. BDJS സംസ്ഥാന പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി മുഖ്യപ്രഭാഷണം നടത്തി. നേതാക്കളായ ശോഭാ സുരേന്ദ്രൻ, S സുരേഷ്, പൂന്തറ ശ്രീകുമാർ, വിമൽ രവീന്ദ്രൻ, അരുൺ അനിരുദ്ധ്, വെള്ളിയാവളം പരമേശ്വരൻ, CA പുരുഷോത്തമൻ, ആശാ മുകേഷ്, N ഹരി, കണ്ണൻ ഹരിദാസ് തുടങ്ങിയവർ സംസാരിച്ചു.